Tigers Vision. ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈഗോസ് വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇത് ഞായറാഴ്ച ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള മൊട്ടക്കാവിലുള്ള പള്ളി വാഴവിള അല്ലേ, വാഴവിള അവിടെ പള്ളിയിലാണ് പോട്ടെ. ഇപ്പൊ ഈ പള്ളിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്, ഫസ്റ്റത്തെ ഞായറാഴ്ചയാണ്. അപ്പൊ ഇവിടെ 7:30 മണിക്കായിരുന്നു പള്ളിയിൽ ആരാധന കഴിഞ്ഞിട്ട് 8:30 ആയപ്പോൾ തന്നെ ആരാധന കഴിഞ്ഞു. ഞങ്ങൾ 8:45 ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പൊ നേരെ ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവേണേ. അപ്പൊ രാവിലെ പള്ളി പോകുന്ന സമയത്ത് കാപ്പിയൊന്നും ഉണ്ടാക്കില്ല. ഞാൻ 2 ദോശ ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ട് കുടിച്ചായിരുന്നു. വേറെ ആരും കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് വേണം കാപ്പിയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ തലേദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഉണ്ടാക്കണം, പിന്നെ സാമ്പാറും വെക്കണം എന്നിട്ട് വിചാരിക്കുന്നത്. അപ്പൊ വീട്ടിൽ വന്നപ്പോ പിന്നെ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തില്ലേ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടൊന്നും അച്ഛനും അമ്മയൊക്കെ വന്നു കേട്ടോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി നമ്മള് ഇവിടെ നിന്നാണ് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചത്. അതിനുശേഷം പിന്നെ നമുക്കൊന്ന് പുറത്തോട്ട് പോവേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നു കേട്ടോ. അപ്പൊ അപൂർവമായിട്ടാണ് ഇപ്പൊ മീനുക്കുട്ടി നമ്മളെ വീഡിയോയിൽ കാണുന്നത്. അച്ഛനും അമ്മയും റെഡി ആവാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങളും പിന്നെ ഡ്രസ്സൊന്നും മാറ്റില്ല, പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങളും റെഡി ആയിട്ടോ. മീനുക്കുട്ടിയും ഇട്ടിരുന്ന ഡ്രസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ചേട്ടൻ്റെ വീട് കേട്ടോ. അപ്പൊ ഞങ്ങളിനി പോവാനായിട്ട് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ബന്ധുവുണ്ട്, അച്ഛൻ്റെ സഹോദരി. അപ്പൊ മാമിയുടെ വീട്ടിലോട്ട് പോവേണ്ട കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഏകദേശം ഉള്ളവരൊക്കെ ഈ നാട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആട്ടുകാല് നമുക്ക് അച്ഛന്റെ അമ്മയാണ്, അച്ഛന്റെ അമ്മയും പിന്നെ ഒരു കുഞ്ഞമ്മയാണെന്ന് തോന്നുന്നു. കുഞ്ഞമ്മ എനിക്ക് ആ അമ്മച്ചിയെ അത്ര അറിയത്തില്ല. ഇടത് സൈഡിൽ കാണിച്ചിരിക്കുന്ന അച്ഛന്റെ അമ്മയാണ്. പിന്നെ ഇത് എൻ്റെ ചേച്ചീര മോനെയാണ് അവിടുന്ന് കാണിച്ചത്. ഇപ്പൊ കാണിച്ചിരിക്കുന്ന ചേച്ചീര മോളാണ്. പിന്നെ അമ്മ നേരത്തെ കാണിച്ചത് അച്ഛനും ചേച്ചിയുടെ അച്ഛനും സഹോദരനുമാണ് കാണിച്ചത്. ഇതൊക്കെ മാമിയുടെ നേരത്തെയുള്ള ഫോട്ടോയാണ്, പഴയുള്ള ഫോട്ടോയാണ്. ആ വീട്ടിൽ മാമി ഇങ്ങനെ കുറെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ചെറിയ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട്, പണ്ടത്തെ ഫോട്ടോസ് അല്ലേ. ഫോട്ടോസ് കളക്ഷൻ. എന്റെ കുഞ്ഞു ചാന്ദ്രക്കുട്ടി, നമ്മുടെ സാന്ദ്രു. ഇതെല്ലാം മീനുണി ചന്ദ്രമോളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ മീനുക്കുട്ടി രാവിലെ കാപ്പി കുടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാമി അവക്ക് കഴിക്കാനായിട്ടൊരു അപ്പവും പിന്നെ ചിക്കൻ കറിയും കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ആദ്യം കുറേ നേരം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവളിരുന്ന് കഴിച്ചു കേട്ടോ. ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അവൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇവിടെ നമുക്ക് ഒത്തിരി പണിയുണ്ടായിരുന്നേ ചേട്ടന്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അതെ, ഇവിടെ ചെന്ന് ടാങ്കൊക്കെ വൃത്തിയാക്കി കിണറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ വന്നു. നമ്മൾ കുറച്ച് കാത്തിരി വർക്ക് നമ്മളെല്ലാവരും കൂടെ ഓടിച്ചിട്ട് അച്ഛനും ഞാനും പിന്നെ മാമനും നമ്മളെല്ലാവരും അമ്മയും നമ്മളെല്ലാവരും കൂടെ ഓടിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് മീനുകുട്ടി ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടി നമ്മള് പറഞ്ഞല്ലോ, പണ്ട് ഞങ്ങളും ഈ നാട്ടിലൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ. അച്ഛൻ്റെ 25 കൊല്ലം അടുപ്പിച്ച് ആയാണ് നമ്മൾ കാര്യമായിട്ടൊക്കെ പോയിട്ട്. ഇപ്പൊ തിരിച്ച് നമ്മൾ പിന്നെ നമ്മളെ നേരെ ചുള്ളിമാന്റെ ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് ഇവര് പോയതും അച്ഛന് വെട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെ. അതായത് ഒരു വീട് കാണും, അതിൽ തന്നെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഒത്തിരിക്കുന്നത്. മാമനും മാമിയും അച്ഛനും അമ്മയും നമ്മളിതേപോലെ നമ്മൾ ഒത്തുണ്ടായിരുന്നവരാണ്. ഒരു വീട്ടിൽ തന്നെ നമ്മൾ താമസിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ. ഇതിൽ ഇപ്പൊ കുറവായിട്ടുള്ള ചേച്ചി അളിയനും മാത്രമേ ഉള്ളൂ നമ്മള്. പിന്നെ അധികമായിട്ട് ഇപ്പോഴും ഒരാളുള്ളതെന്ന് പറയുമ്പോൾ എന്റെ വാവച്ചിക്കുട്ടിയും മോളുമാണ്. അത് കാരണം പിന്നെ അതിനുശേഷം പിന്നെ വന്നാലും നമ്മൾ ഇവിടെ വന്നാലും അധിക സമയം നിക്കത്തില്ല, പെട്ടെന്ന് പോണല്ലോ. ഒത്തിരി നേരമൊക്കെ സംസാരിക്കും. ഇപ്പൊ അടുത്തായതുകൊണ്ട് വിശാലായിട്ടിരുന്ന് സംസാരിക്കാൻ കേട്ടോ. എല്ലാ ബന്ധു വീട്ടിലും ഉച്ച സമയമായി. ഇന്നത്തെ സ്പെഷ്യല് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ഒരു ലോഡ് എടുത്ത് വെച്ചോട്ടോ, ഇത്രയും കഴിച്ചൊന്നുമില്ല കേട്ടോ. കണ്ടപ്പോ തന്നെ വേറെ സൂപ്പർ ബിരിയാണി ആയിരുന്നു. പപ്പടവും ചിക്കൻ കറിയൊക്കെ കൂട്ടി പിന്നെ ഞങ്ങള് കഴിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ മാമിയുടെ വകയായിരുന്നു ഉച്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പൊ എൻ്റെ വീടും അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്ന ശേഷം അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇന്ന് ഞായറാഴ്ചയല്ലേ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ച് അച്ഛനും അമ്മയൊക്കെ പോയി. ഞങ്ങൾ വഞ്ചോത്തുനിന്ന് ഇങ്ങനെ നമ്മളെ കൂപ്പിലോട്ട് പോകുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേനും അവിടെ മയില് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് മീനുക്കുട്ടിക്ക് കാണിക്കാൻ വേണ്ടി, മീനുക്കുട്ടി കണ്ടു. അങ്ങനെ മീനുക്കുട്ടീനെയൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം നേരെ എൻ്റെ വീടിന്റെ അവിടെ എത്തി കേട്ടോ. അപ്പൊ ഈ കിടക്കുന്ന തടം നേരെ പോകുന്നത് നമുക്ക് ചുള്ളിമാനൂർ കാണുന്നത്.
ഇപ്പൊ റോഡ് ആദ്യം വണ്ടിയൊന്നും പോകത്തില്ലായിരുന്നത്. അപ്പൊ മീനക്കുട്ടി ചേട്ടന് ഞങ്ങളെല്ലാവരും ഇനി എന്റെ വീട്ടിലോട്ട് പോവുകയാണെ. നമ്മുടെ ആട്ടുകാലിന്ന് അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ വഞ്ചവും. അതും അടുത്ത് തന്നെയാണ്, എപ്പോഴും വേണമെങ്കിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് ബന്ധുക്കളുടെ അടുത്ത് എത്തിയല്ലേ കേട്ടോ. അതെ, നമ്മൾ ഓടി ബന്ധുക്കളെ അടുത്ത്. അപ്പൊ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മയെ കണ്ടോണ്ട് മീനൂട്ടി ഇറങ്ങി ഓടിയില്ലേ. മീനൂട്ടി ഒളിച്ചു കളിക്കാൻ നോക്കിയതാണ്. അമ്മാമ്മ പറ്റിക്കാന്ന് വിചാരിച്ചേട്ടാ. അത് അവള് പറഞ്ഞ മീന് വന്നില്ല എന്ന് പറ, അമ്മാമ്മ അടുത്ത് പോയി പറയാന്ന് പറഞ്ഞേട്ടാ. അതെ, അപ്പോഴ് എന്റെ വീട് പിന്നെ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണല്ലോ. അറിഞ്ഞിട്ട് അങ്ങനെ നിക്കുകയാണ്. അമ്മ വണ്ടി കൊണ്ട് നിർത്തിയപ്പോ തന്നെ അറിഞ്ഞു. പിന്നെ ഓടി വന്നിട്ട് മീനൂട്ടി പിന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയി. ഒരു പാൻറ് അവിടെ കിടന്ന എനിക്ക് കൊണ്ടുവന്ന വെച്ചിരുന്ന ഒരു പാൻറ് എടുത്ത് മീനൂട്ടി എടുത്ത് ഇട്ടിട്ട് പാകമാവുന്നില്ല എന്ന് പറഞ്ഞ് കളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് അമ്മയുടെ ഒപ്പമായിരുന്നു കേട്ടോ. രാവിലെ മാമിയുടെ ഒപ്പം, ഉച്ചയ്ക്ക് ശേഷം പിന്നെ അമ്മയുടെ ഒപ്പമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ മഴ പെയ്തു കേട്ടോ. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ സമയത്ത് മഴയിടി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ മഴ തന്നെ കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം മഴ കിട്ടുന്നുണ്ട് കേട്ടോ. ഐശ്വര്യത്തിന്റെ നാളുകൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴയൊക്കെ ഉണ്ട്. പുളിമാത്ത അരിയിലോട്ടാണ് മഴയില്ലാത്ത. അപ്പൊ പിന്നെ ഇനി ഒരു കട്ടൻ ഇട്ട് കൊടുക്കട്ടെ. വൈകുന്നേരമായി. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നത് കാരണം പിന്നെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അമ്മ ചിപ്സും ഉണ്ടായിരുന്നു, മീനുകുട്ടിക്ക് അതൊക്കെ കൊടുത്തു. തിരിച്ച് ഞങ്ങൾ നേരെ ചക്ക ചിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് നേരെ ഇപ്പൊ പോകുന്നതേ അമ്മയ്ക്ക് ഇന്ന് വൈകുന്നേരം പള്ളിയിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളും ആദ്യം പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞങ്ങള് പോയില്ല കേട്ടോ. പോവാത്തല്ല, പിന്നെ മഴയൊക്കെ പെയ്തു. പിന്നെ വിചാരിച്ചു പെട്ടെന്ന് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പട്ടിയും വെളിയിൽ കിടക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇന്ന് പള്ളിയിൽ കയറിയില്ല കേട്ടോ. ഒരുപാട് ചിലപ്പോൾ അമ്മ പറഞ്ഞു ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞു. ചിലപ്പം അതുകൊണ്ട് പിന്നെ അമ്മേനെ അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ നമ്മള് തിരിച്ച് ആട്ടുകാലോട്ട് പോവേണം കേട്ടോ. ആട്ടുകാരുടെ വീട്ടില് എല്ലാം സെറ്റ്. അപ്പൊ അതെല്ലാം അവിടെ കൊടുത്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. പിന്നെ അപ്പോഴാ അമ്മ വെക്കാന്ന് പറഞ്ഞു, ചോറൊക്കെ അവിടെ വെക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് തുണി കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളെ കിണറൊക്കെ ഇറച്ചി വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പൊ ആവശ്യം പോലെ വെള്ളം ഉണ്ട്. കിണറ്റിലെ വെള്ളമൊക്കെ ആയി കൂട്ടുകാർ. അപ്പൊ നമ്മളങ്ങനെ തുണിയെല്ലാം കഴുകി ഒതുക്കിയതിന് ശേഷം നമ്മള് വീട്ടിലെ ബാക്കിയുള്ള അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് നമ്മള് വെള്ളം കോരി എന്നതിന്റെ വീഡിയോ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. മോട്ടർ ഇല്ല കേട്ടോ, എന്നാലും കോരി എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയ കൊണ്ടുപോകാൻ വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ.